ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ +1 റിസൾട്ട് വരികയാണ്. അപ്പോൾ പാസ്സാവോ തോൽക്കോ നമുക്ക് അതൊക്കെ അറിയാം. എന്നാലും ഇപ്പോൾ 2:30 ആയിക്കോണം, നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. പാസ്സാവുമോ? ഇല്ല. പാസ്സാവോ ചോദിക്കല്ലേ? വേണ്ട. അങ്ങനെ കാത്തിരുന്ന് അവസാനം റിസൾട്ട് വന്നു. റിസൾട്ടിൻ്റെ ഡേറ്റ് ഇങ്ങനെ മെയ് ലാസ്റ്റ് വീക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂണാക്കി, ജൂലൈ ആക്കി എന്നൊക്കെ പറയാൻ കേട്ടു. എന്തായാലും അവസാനം റിസൾട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2:46 ഒക്കെ ആയപ്പോഴും ഞങ്ങളിങ്ങനെ സൈറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അടിച്ചു. പിന്നെയാണ് അറിഞ്ഞത് ഈ സൈറ്റല്ല, വേറൊരു സൈറ്റായിരുന്നു. അങ്ങനെ അതിൽ കയറി. ടെൻഷൻ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഉറങ്ങാൻ പറ്റാത്ത അങ്ങനെയുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ട് വരാണല്ലോ എന്നിങ്ങനെ പറയാം, അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇല്ല പോലെ തന്നെ. രജിസ്റ്റർ നമ്പർ ആയി പിടിക്കാം. അങ്ങനെ സൈറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കുറച്ചേരം ഇരുന്നു. 2:55 ആയിട്ടുണ്ടായിരുന്നു. കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോയേയില്ല. സാധാരണ നമുക്ക് സമയം കുറേ ടൈം പോകും, പക്ഷേ ഈ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് പോകാൻ നല്ല പണിയാണ്. അപ്പോൾ കുറേ നേരം പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും 5 മിനിറ്റ് ആണ് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ 2:55 56 57 പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. റിസൾട്ട് വരാനേ ഗൈസ്. ആദ്യം ഉണ്ട്, എന്നിട്ട് ഓൾ നോക്കാം. പൊട്ടിയാൽ ജയിച്ചാലും ഒറ്റ മൈൻഡ്. 58 2:58 ആയപ്പോ പിന്നക്ക് ഇരിക്കാനൊന്നും വയ്ക്കൂല. ഞാൻ പിന്നെ ഫുള്ള് നീച്ച് നടക്കുകയായിരുന്നു. 59 അതിനാ ഫാമിലി എഴുതിക്കണം. ഞാൻ ഫാമിലി കേരളത്തിലത്തെ സ്ഥലമാണ്, പക്ഷെ ഫാമിലി കിട്ടിട്ടോ. എന്റെ കിട്ടി മക്കളെ. അല്ല വന്നിക്കല്ല, സൈറ്റ് കിട്ടി. അയാൾ അയച്ചത് എടുക്കും. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. ഇതിപ്പോ ഇപ്പഴത്തെങ്ങാനും 2007 എത്തുവോ? എടി അടിക്ക് പോ. എന്റെ വന്നിട്ടോ. മലയാളത്തിലെ 100, സ്റ്റാറ്റിലെ 100, അല്ല സ്റ്റാറ്റിലല്ല എക്കണോമിക്സിലെ 100, സ്റ്റാറ്റിലെ 78. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തെ ഒച്ചയും ബഹളമൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ പ്രതീക്ഷിക്കാതെ ഇംഗ്ലീഷിൽ അങ്ങനെ മാർക്ക് കിട്ടീനാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് മൈൻഡൊക്കെ കൂളാക്കാൻ വേണ്ടി പുറത്തു കൂടെയൊക്കെ നടന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ +1 റിസൾട്ട് വന്നു. ഞാൻ പ്രതീക്ഷിക്കാൾ കൂടുതൽ കിട്ടി. അത് എപ്പോഴും പറയണത് എനിക്കറിയില്ല. ഞാൻ ഇംഗ്ലീഷൊന്നും അത്ര ഫുൾ മാർക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്തായാലും നമുക്കൊരു 1/2 മാർക്ക് 1 മാർക്ക് എന്തായാലും ഇംഗ്ലീഷിൽ പോകും, അത് എത്ര ഇതായാലും. പക്ഷേ ഇങ്ങനെ ഫുൾ എൻ്റെ റിസൾട്ടിൻ്റെ ഫസ്റ്റ് അത് കണ്ടപ്പോൾ അന്ന് വിട്ടു. 3 സബ്ജക്റ്റിലൊക്കെ ഫുള്ളുണ്ട്, ബാക്കി A+ എല്ലാത്തിലുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ റിസൾട്ടിൻ്റെ അവസ്ഥ നടക്കുന്നത്. പിന്നെ എൻ്റെ ഫേസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ അതുപോലെ റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി പോയിട്ട് വേണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ. സ്കൂളിൽ വന്നിട്ട് അങ്ങനെ ഇരുന്നതാണ്, അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്താണ്. അപ്പോൾ എന്തായാലും ഇത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ മാർക്കൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ മതിയായിരിക്കും. ബൈ.